like I said, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ചടങ്ങിന് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് 30 ഇയേഴ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ ഡീലർ മീറ്റ്. ആദ്യമായിട്ടാണ് NIES ഗ്ലോബൽ പവർ എല്ലാവരെയും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും കണക്ട് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെ വളരാം എന്ന് പ്ലാൻ ചെയ്യാനും. That is why we say connect, collaborate and grow. And as part of that, a big support comes from the governance of the constituency or the state that we work in. And we are so honored to have as our guest of honor here Shri Haibi Eden MP. And we are so proud that he takes the effort and time every time anybody in his constituency asks him to. നിരവധി ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എറണാകുളത്ത് ഏത് പരിപാടി ഉണ്ടെങ്കിലും അത് കലയായാലും വാണിജ്യമായാലും ഏത് തരത്തിലുള്ള പരിപാടിയായാലും ഞങ്ങളുടെ ഡോഗ്സിന്റെ പരിപാടി ആയാൽ വരെ ഹൈബി അവിടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായി. And I think that's what makes you a wonderful leader, Haibi. And it's so lovely to have you here. Can I please welcome you on stage, ladies and gentlemen, Member of Parliament Ernakulam constituency, Lok Sabha elections 2019-ലും 24-ലും ജയിച്ച ഫോമർ MLA ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഹൈബി ഈഡൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളയുടെ ഒരു പ്രോമിനന്റ് മുഖമാണെന്ന് മാത്രമല്ല, കൺഗ്രാറ്റുലേഷൻസ്, UDF തൂക്കി. അതിൻ്റെ ഒരു കൈഡി കൂടെ കൊടുക്കാം അദ്ദേഹത്തിന്. VD സതീശൻ സാറിനെ അറിയിക്കണം ഞങ്ങളുടെ സ്നേഹം. അദ്ദേഹം സ്റ്റുഡൻറ് പോളിറ്റിക്സിൽ നിന്നും വന്ന ഒരു മുതലാണ്. ഇന്നിതാ he is a proud face of Kerala politics and Indian politics, representing us in the best possible way. ഈ ഒരു മനോഹരമായ വേദിയിൽ ഈ ഒരു അവസരത്തിൽ I would like to request Haibi to speak a few words. നമസ്കാരം. ഗ്ലോബൽ പവർ എന്ന ചുരുങ്ങിയ സമയം കൊണ്ട് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ബ്രാൻഡായി ഒരുപാട് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ഒരുപാട് അലൈഡ് ഇൻഡസ്ട്രീസിലെ ആളുകൾക്ക് ജോലി നൽകാനും അവർക്ക് വഴി നമ്മുടെ ഇക്കോണമി വൈബ്രേറ്റ് ചെയ്യാനും കഴിഞ്ഞതിൽ പ്രിയപ്പെട്ട ശ്രീ ആൻഡ്രൂസിനെയും അദ്ദേഹത്തിൻ്റെ എൻറ്റയർ ടീമിനെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. We have friends from not just Kerala, we have friends from different parts of the country, neighboring states as well. So you might have an impression that nothing happens in Kerala, but this industry is a classic example of what happens in Kerala. ഒരു തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഇപ്പോൾ ഗ്ലോബൽ പവർ എന്ന സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനറി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കുറേ കൂടി സുഗമമാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. മെഷീൻ ടൂൾസ്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കാണെങ്കിലും വീട്ടാവശ്യങ്ങൾക്കാണെങ്കിലും അഗ്രികൾച്ചറൽ പേർപ്പസസിനാണെങ്കിലും എല്ലാം ഈ സ്ഥാപനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ചെറിയ എളിയ സംരംഭമായി ആരംഭിച്ച് 30 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കോണമി വൈബ്രേറ്റ് ചെയ്യുന്നതിൽ വലിയ കാരണമായിട്ടുള്ള ഒരു സ്ഥാപനമായി അതിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കൊടുക്കുന്ന തൊഴിലവസരങ്ങൾ ചെറുതല്ല. നമ്മൾ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മെഷീനറി അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ് ടെക്നോളജിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു മരം മുറിക്കുന്ന ആളാണ്, ഒരു വീട് ക്ലീൻ ചെയ്യുന്ന ആളാണ്, ഒരു പ്ലംബറാണ്, ഒരു ഇലക്ട്രീഷ്യനാണ്. അവർക്ക് ലഭിക്കുന്ന വരുമാനം, അവർക്ക് ലഭിക്കുന്ന സാലറി, അവർക്ക് അവേർലി ലഭിക്കുന്ന പേ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഡോക്ടറെക്കാളും ഒരു എൻജിനീയറെക്കാളും കൂടുതലാണ്. അപ്പോൾ ഡിഗ്നിറ്റി ഓഫ് ലേബർ, നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടാണ്
വെസ്റ്റേൺ കൺട്രീസിൽ, വിദേശ രാജ്യങ്ങളിലെല്ലാം ആളുകൾക്ക്, കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ശമ്പളം മാത്രമല്ല, മാന്യമായ രീതിയിൽ അവരെ സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്ഥലത്ത് ഇനിയും അത് അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും അവർക്ക് വേണ്ടുന്ന മര്യാദ ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനം ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതം സുഗമമാക്കാൻ, ഇൻഡസ്ട്രീസ് മെച്ചപ്പെടുത്താൻ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് ഗ്ലോബൽ പവർ. അത് എളുപ്പത്തിലുണ്ടായ ഒരു സ്ഥാപനമല്ല. ഇവിടെ ശ്രീ ജോൺ കെ പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രദാനം ചെയ്യുന്ന ഇൻഡസ്ട്രി വളർന്നു വന്ന ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഇൻഡസ്ട്രിയും പെട്ടെന്ന് വളരുന്നതല്ല, പന്തലിക്കുന്നതല്ല. There are a lot of challenges. In spite of all the challenges, they have grown, they have sustained. അതിൻ്റെ ഒരു വലിയ ആഘോഷമാണ് ഇത്. അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നന്നായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ. ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.